2ഉം 3ഉം വയസ്സുള്ള അനേക കുഞ്ഞുങ്ങൾ കരയുന്നു. അവരാകെ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയം. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതുന്നു. ജനമെല്ലാം സന്തോഷിക്കുന്നു. അനേക സ്ത്രീകൾക്ക് ആശ്വാസം കിട്ടുന്നതിനാൽ അവർ പ്രത്യേകിച്ച് സന്തോഷിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ത്രീ സമൂഹം ആക്രമിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ വചനവും അനേകരെ സന്തോഷിപ്പിക്കുന്നു. ആകാശമേലിൽ ഒരു വലിയ മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ കീഴിൽ പ്രപഞ്ച തേജസ്സിനാൽ ദൈവഗണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അവർക്കിടയിൽ വ്യത്യസ്ത ഭാവമില്ല. അന്നേ ദിവസമുള്ള മൂൺ മെഡിറ്റേഷൻ ഞാൻ അല്പസമയം ഇരുന്നപ്പോൾ ദേഹമാകെ വലിയ അസ്വസ്ഥത, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പോലെ, മരണത്തിലേക്ക് പോകുന്നത് പോലെ ഒരു ഫീലിംഗ്. ഇപ്പം മഴ പെയ്തു തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം ആശ്വസിപ്പിച്ചു. സാരമില്ല. അപ്പോൾ ഉണർവ് ലഭിച്ചു. ശക്തിയായ മഴ വീണപ്പോഴും ആശ്വാസമാണ് ഉണ്ടായത്. 12ാം ദിവസം ഒരു ആമ എൻ്റെ അരികിൽ ചെന്ന് നിന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു മയിൽ വലതുവശത്ത് വന്ന് പീലി വിടർത്തു നിന്നു. ആമയും മയിലും എൻ്റെ അരികിൽ നിന്ന് പോകുന്നതേയില്ല. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നു. ഹനുമാനെ കണ്ടു. എന്നെ കൂട്ടിക്കൊണ്ട് വനാന്തരത്തിലേക്ക് പറന്നു. ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ എന്നെ കാണിച്ചു തന്നു. ഞാൻ തിരികെ ഭൂമിയിലെത്തി. അപ്പോൾ എൻ്റെ തലയിൽ ഒരു കിരീടമുണ്ട്, വിജയത്തിന്റെ പ്രതീകം പോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിന്റെ തൊട്ടുമുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. മുഖത്തിനും ശരീരത്തിനും നല്ല ശോഭ. ലക്ഷ്മി ദേവിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പിടിച്ച് ಅಲ್ಪನೇரம் നടത്തി ಅನುಗ್ರಹಿಸಿ ತಿರುಗಿ ಬಿಟ್ಟು. ಅವರು 10 ದಿನ ಕಳೆದ್ಬಿಟ್ಟು ಏನು 10 ಡೇಸ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಆಲ್ರೆಡಿ ಅವರು ಹೇಳಿದ್ರು. ಸೊ 11th ಡೇದು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಅವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸೊ ಮನುಷ್ಯನಲ್ಲದಂತಹ ಒಂದು ರೂಪ ಆರ್ಕೊಂಡು, ಒಂದು ಪ್ರಕಾಶವಾಗಿ ಅದು ಆರ್ಕೊಂಡು ಹೋಗೋಕೆ ಅವರಿಗೆ ಕಾಣಿಸ್ತು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಂತರ ಭೂಮಿ ಫುಲ್ ಅಂಧಕಾರದಿಂದ ತುಂಬಿಕೊಂಡಿದೆ. ಸೊ ಇದು ಅವ್ರಿಗೆ ಗೋಚರಿಸ್ತಾ ಇತ್ತು. ನಂತರ ಮೃಗಗಳು ಇದೆಲ್ಲ ಕಾಣಿಸ್ತಾ ಇತ್ತು. ಅದರಲ್ಲಿ ಚುಕ್ಕಿ ಚುಕ್ಕಿ ಆಗಿರುವಂತಹ ಹಸು, ಸೊ ಅದು ಇವರನ್ನು ನೋಡಿ ನಗ್ತಾ ಇತ್ತಂತೆ. ಸೊ ನಂತರ 2-3 ವರ್ಷದ ಮಕ್ಕಳು, ಸೊ ಇದು ಸಿಕ್ಕಾಪಟ್ಟೆ ಅಳ್ತಾ ಇರುವಂತ ಕಾಣಿಸ್ತಾ ಇತ್ತು. ಮತ್ತೆ ಸ್ತ್ರೀಗಳೆಲ್ಲ ಅಳ್ತಾ ಇರುವಂಗೆ ಸೊ ಅವ್ರಿಗೆ ಅನ್ನಿಸ್ತಾ ಇತ್ತು. ಒಂಥರ ಸೇಫ್ಟಿ ಇಲ್ಲ ತರ ಅವ್ರಿಗೆ ಏನು ಅನ್ನಿಸ್ತಾ ಇತ್ತು ಅಂತ ಹೇಳ್ಬಿಟ್ಟು. ನಂತರ ಶ್ರೀಕೃಷ್ಣ ಕೊಳಲು ನುಡಿಸ್ಕೊಂಡು ಬರ್ತಾ ಇರುವಂತದ್ದು, ಸೊ ಅದು ಕೂಡ ಅವರು ನೋಡ್ತಾರೆ. ಜನ ಏನು ಸಂತೋಷವಿಲ್ಲದೆ ಇರುವಂತದ್ದು, ಅಂದ್ರೆ ಆ ಶ್ರೀಕೃಷ್ಣ ಬಂದಾಗ ಮತ್ತೆ ಎಲ್ರಿಗೂ ಸಂತೋಷದಿಂದ ಇರುವಂತದ್ದು ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ. ನಂತರ ಅದೇ ಮಕ್ಕಳು ಮತ್ತೆ ಸ್ತ್ರೀಗಳನ್ನೆಲ್ಲ ಏನು ಆಕ್ರಮಿಸ್ತಾ ಇದ್ದಂಥದ್ದು ಘಟನೆಗಳು ಫಸ್ಟ್ ಇವರಿಗೆ ಕಾಣಿಸ್ತಾ ಇರುವಂತದ್ದು. ನಂತರ ಏನು ಕೃಷ್ಣ ಭಗವಂತ ಬಂದ್ಮೇಲೆ ಸೊ ಒಂದು ಏನು ಸಂತೋಷ ಎಲ್ಲರಲ್ಲೂ ಬರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ. ನಂತರ ಇವರು ಆಕಾಶದ ಎತ್ತರಕ್ಕೆ ಆರ್ತಾ ಇರುವಂತದ್ದು ಏನು ಇವ್ರಿಗೆ ಒಂದು ಅನುಭವ ಆಗುತ್ತೆ. ಸೊ ಅಲ್ಲಿ ಅಂದ್ರೆ ಹನುಮಾನ್ಜಿ ಅವ್ರನ್ನ ಭೇಟಿ ಆಗ್ತಾರೆ ಇವರು. ಸೊ ಹನುಮಾನ್ಜಿ ಇವರನ್ನ ಒಂದು ಏನು ಔಷಧ ಸಸ್ಯ ಇರುವಂತ ಜಾಗಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗಿ ಸೊ ಅಲ್ಲಿಂದ ಔಷಧಗಳನ್ನೆಲ್ಲ ತರ್ತಾರೆ. ನಂತರ ಮೂನ್ ಮೆಡಿಟೇಷನ್ ಅವ್ರಿಗೆ ಅಂದ್ರೆ ಸ್ವಲ್ಪ ಅಸ್ವಸ್ಥತೆ ಆದಂಗೆ ಆಗುತ್ತೆ. ಒಂಥರ ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ಆದಂತಹ ಒಂದು ಫೀಲ್ ಅವ್ರಿಗೆ ಬರುತ್ತೆ. ಸೊ ಆ ಟೈಮಲ್ಲಿ ಒಂದು ಮಳೆ ಏನು ಬರುತ್ತೆ, ಬ್ರಹ್ಮಾಂಡ ಇವ್ರಿಗೆ ಏನು ಸಮಾಧಾನ ಹೇಳುವಂಗೆ ಸೊ ಇವ್ರಿಗೆ ಅನಿಸುತ್ತೆ. ಸೊ ಆ ರೀತಿ ಆಗುತ್ತೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು. ನಂತರ 12ನೇ ದಿನದಲ್ಲಿ ಅವ್ರಿಗೆ ಆಮೆ ಮತ್ತೆ ಏನು ಮೊಲ, ಸೊ ಇದೆರಡು ಅವರ ಹತ್ರಕ್ಕೆ ಬರುತ್ತೆ. ಸೊ ನಂತರ ಅದು ಹತ್ರಕ್ಕೆ ಬಂದು ಇವ್ರನ್ನ ಮಾತಾಡಿಸ್ದಂಗೆ ಆಗುತ್ತೆ. ಅವಾಗ ಇವ್ರದ್ದು ಬಾಡಿ ಭಾರ ಕಮ್ಮಿ ಆಗುತ್ತೆ. ಈ ಟೈಮಲ್ಲಿ ಇವರು ಎತ್ತರಕ್ಕೆ ಆರುವಂಥದ್ದು ಅಥವಾ ಹನುಮಾನ್ಜಿ ಜೊತೆ ಈ ಮೂನ್ ಮೆಡಿಟೇಷನ್ ಇವರಿಗೆ ಆದಂತಹ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಅದು. ನಂತರ ಮುಖದ ಹತ್ರ ಯಾವುದೋ ಒಂದು ದೇವತೆ ಇವ್ರಿಗೆ ಏನು ಬಂದಂಗೆ ಆಗುತ್ತೆ. ಸೊ ಇವ್ರ ಹತ್ರಕ್ಕೆ ಬಂದು ಅದು ನಗುವನ್ನ ಸೂಚಿಸುತ್ತೆ. ಅದು ಲಕ್ಷ್ಮೀ ದೇವಿ ಅಂತೇಳಿ ಇವ್ರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ. ನಂತರ ಒಂದು ಸ್ವಲ್ಪ ದೂರ ಇವರನ್ನ ನಡೆಸ್ಕೊಂಡು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಸೊ ಒಂದು ಬ್ಲೆಸ್ಸಿಂಗ್ಸ್ ಮಾಡ್ತಾರೆ. 13ാം ദിവസം കൺമുമ്പിൽ മയിലും ജിറാഫും കടുവയും സിംഹവും വരുന്നു. മയിൽ ജിറാഫിന്റെ പുറത്ത് നിൽക്കുന്നു. ആകാശത്ത് ഒരു തേരിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് യാത്ര തുടരുകയാണ്. വിവിധ തരത്തിൽ ആളുകൾ ഭൂമിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അലർച്ചയും അട്ടഹാസങ്ങളും മിക്ക സ്ഥലത്തും ആക്രമങ്ങൾ മാത്രം. തസ്മൈ ഗുരുജിയുടെ ആശ്രമത്തിന് മുകളിലും ആ രഥം വന്നു. അല്പസമയം നോക്കി. അലർച്ചയില്ല, ബഹളമില്ല. ശാന്തതയോടെ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നു. ഇത് കണ്ട് ഗുരുജിയെയും നോക്കി. സംതൃപ്തിയോടെ രഥം മുന്നോട്ട് നീങ്ങുന്നു. ഇങ്ങനെ വേണം ജനസമൂഹം എന്നുള്ള അർത്ഥം വരുമാറ് തലയാട്ടുന്നു. ഞങ്ങളുടെ ഒരു ഭവനം പാനായിക്കുളത്ത് വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. അത് വാങ്ങാൻ ആരെയും കാണുന്നില്ല. വലിയ തടസ്സങ്ങൾ. ഇന്നത്തെ ധ്യാനത്തിൽ പെട്ടെന്നൊരു ശക്തി എന്നിൽ വന്നു. ശരീരത്തിൽ നിന്ന് വിവിധ അസ്ത്രങ്ങൾ ആ ഭവനത്തിലേക്ക് പറന്നു.
ആ ഭവനം മിന്നിത്തിളങ്ങി തുടങ്ങി. അത് പ്രകാശിക്കുന്നു, ആരാലും ആകർഷിക്കപ്പെടും, അത് ഉടനെ വിൽക്കപ്പെടും എന്ന് ഉള്ള മെസ്സേജ് കിട്ടി. 14-ാം ദിവസം വലിയ പ്രകാശം. ആകാശപ്രഭാവലയത്തിൽ അനേക മഹാത്മാക്കളെ കാണാം. ദൂരെ പടിഞ്ഞാറ് ദിശയിൽ മുഹമ്മദ് നബിയെ കണ്ടു. ആകാശപ്രഭാവലയത്തിലുള്ള മഹാത്മാക്കളെയെല്ലാം നോക്കി അദ്ദേഹം ചിരിക്കുന്നു, ഒരു പരിഹാസത്തിന്റെ ചുവ. പിന്നീട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത് പോലെ ചില വചനാസ്ത്രങ്ങൾ എയ്യുന്നു. എന്നാൽ മഹാത്മാക്കളുടെ പ്രഭാവലയത്തെ ഭേദിക്കാൻ കഴിയുന്നില്ല. അവയെല്ലാം തിരികെ വരുന്നു. അദ്ദേഹം ഓടിമറയുന്നു. യേശുക്രിസ്തു എന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നു. പ്രപഞ്ചം എന്നെ ഓർമ്മപ്പെടുത്തി. മധുര ശബ്ദം മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കും. ചുറ്റുപാടും മതിലുകൾ, മുള്ളുവേലികൾ. ಮನುಷ್ಯರೆല്ലാം ಬಂಧನത്തിലാണ്, ಸ್ವಯಂ ಬಂಧನത്തിലാക്കപ്പെടുന്നു. ನೋಡಿ, ಈಗ 13ನೇ ದಿನದ ಮತ್ತೆ ಇನ್ನೊಂದು ಅವರು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹೇಳ್ತಾರೆ. ಸೊ ಅವರಿಗೆ ನವಿಲು, ಜಿರಾಫೆ, ಕಡವೆ ಇವುಗಳೆಲ್ಲ ಕಾಣಿಸುತ್ತೆ. ಆ ಜಿರಾಫೆ ಮೇಲೆ ನವಿಲು ಕೂತ್ಕೊಂಡಿರುವಂತದ್ದು ಇವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ. ನಂತರ ಏನು ದೊಡ್ಡ ಒಂದು ರಥದಲ್ಲಿ ಒಂದು ಯಾತ್ರೆ ಯಾರೋ ಬರ್ತಾ ಇರುವಂತ ಆಕಾಶದ ಎತ್ತರದಲ್ಲಿ ಆರ್ಕೊಂಡು ಬರ್ತಾ ಇರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ. ಸೊ ಅವರು ಏನ್ ಹೇಳ್ತಾರೆ ಅಂತಂದ್ರೆ, ಸೊ ಎಲ್ಲಾ ಕಡೆನೂ ಗಲಾಟೆ, ಗೊಂದಲ ಇದೆಲ್ಲ ಸೃಷ್ಟಿ ಆಗ್ತದೆ. ಅಂದ್ರೆ ದೇವರನ್ನ ಎಲ್ಲರೂ ಗಲಾಟೆ ಮಾಡ್ಕೊಂಡು ಇದ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅನ್ನುವಂತ ರೀತಿಯಲ್ಲಿ ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ. ನಂತರ ಅವರು ಅದೇ ರೀತಿ ಅವರು ಬಂದು ಆ ರಥ ಬಂದ್ಬಿಟ್ಟು ತಸ್ಮೈ ಗುರೂಜಿ ಅವರ ಆಶ್ರಮದ ಮೇಲ್ಗಡೆ ಬರುತ್ತೆ. ಬಂದ್ಬಿಟ್ಟು ನೋಡುತ್ತೆ ಅಲ್ಲಿ ಯಾವುದೇ ಗಲಾಟೆ ಗದ್ದಲ ಯಾವ್ದು ಇಲ್ಲ. ಸೊ ಅವಾಗ ಅವ್ರು ಹೇಳ್ತಾರೆ ಅಂತ, ಸೊ ಇದೇ ತರ ಇರ್ಬೇಕು ಎಲ್ರು ಜನಗಳು, ಅಂದ್ರೆ ಅಂದ್ರೆ ದೇವರಿಗೆ ಅಂದ್ರೆ ಪೂಜೆ ಈ ಗಲಾಟೆ ಇದೆಲ್ಲ ಮಾಡ್ತಾರಲ್ಲ, ಸೊ ಇಂಥದ್ದು ಇರಬಾರ್ದು, ಗದ್ದಲಗಳು ಇರಬಾರ್ದು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಸೊ ಅವ್ರು ಹೇಳ್ಕೊಂಡು ಹೋಗ್ತಾರಂತೆ. ನಂತರ ಇವ್ರಿಗೆ ಇವ್ರದ್ದು ಯಾವ್ದೋ ಒಂದು ಭವನ, ಅಂದ್ರೆ ಯಾವ್ದೋ ಮನೆ ಇದೆ, ಅದು ಸೇಲ್ ಆಗ್ತಾ ಇಲ್ಲ ಅನ್ನುವಂಥದ್ದನ್ನ ಅವರು ಮೆಡಿಟೇಷನ್ ಕೇಳ್ತಾರೆ. ಸೊ ಅವಾಗ ಇವ್ರಿಗೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ಇವರ ದೇಹದಿಂದ ತುಂಬಾ ಅಸ್ತ್ರಗಳೆಲ್ಲ ಹೋಗ್ಬಿಟ್ಟು ಸೊ ಅಲ್ಲಿ ಬೀಳುತ್ತೆ. ನಂತರ ಅದು ಅಂದ್ರೆ ಸೇಲ್ ಆಗಿ ಹೋಗುವಂಗೆ ಅವ್ರಿಗೆ ಅದು ಗೋಚರಿಸುತ್ತೆ ಅಂತ ಅವರು ಹೇಳ್ತಾ ಇದಾರೆ. ನಂತರ ಅದು ಬಂದ್ಬಿಟ್ಟು ನಂತರ ಶ್ರೀಕೃಷ್ಣ ಮತ್ತೆ ಜೀಸಸ್ ಇವರೆಲ್ಲ ಕಾಣಿಸ್ಕೊಳ್ತಾರೆ. ಆ ಶ್ರೀಕೃಷ್ಣ ಕೊಳಲು ನುಡಿಸ್ತಾರೆ. ಆ ಮಧುರವಾದ ಧ್ವನಿ ಸೊ ಎಲ್ಲಾ ಕಡೆ ಕೇಳಿಸ್ಕೊಂಡು ಅಂದ್ರೆ ಅತಿಯಾದ ಒಂದು ಸಂತೋಷ ಅವ್ರಿಗೆ ದಕ್ಕುತ್ತೆ. ನಂತರ ಜನಗಳೆಲ್ಲ ಬೇಲಿ ಒಳಗಡೆ ಅಂದ್ರೆ ಎಲ್ಲ ಬಂಧಿಸಿಟ್ಟಂಗೆ ಒಂದು ಬೇಲಿ ಒಳಗಡೆ ಇರುವಂಗೆ ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ. പിന്നെ 14 ദിവസം അന്ന് തന്നെ മൂൺ മെഡിറ്റേഷൻ. എന്റെ ദേഹം മുഴുവൻ വേദന, പെടലി മുതല് നട്ടലിൽ കൂടി താഴേക്ക് വേദന വ്യാപിച്ചു കിടക്കുകയാണ്. ഞാൻ ധ്യാനം തുടർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ വേദനയെല്ലാം കുറഞ്ഞ് ശരീരം നോർമലായി. വലിയ ആശ്വാസം തോന്നി. 15-ാം ദിവസം സൺ മെഡിറ്റേഷൻ. ഒരു എലിയെ കാണുന്നു. പെട്ടെന്നൊരു പൂച്ചയും എത്തി. എലി ഓടി തെങ്ങിൽ കയറി. പൂച്ച പുറകോട്ട് പോയി. പിന്നെ ഒരു വലിയ കപ്പൽ പ്രത്യക്ഷമായി. കപ്പലിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും ഇറങ്ങുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ സൂര്യൻ കൂടുതലായി തിളങ്ങുന്നു. ഞാൻ സൂര്യനിൽ നോക്കുമ്പോൾ 2 പ്രത്യേക രൂപങ്ങൾ സൂര്യന്റെ ഇടത്തും വലത്തുമായി പ്രത്യക്ഷപ്പെട്ടു. ആകാശയാത്രികരുടെ വേഷങ്ങളാണ്. അപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട വലിയ കപ്പലിൽ നിന്ന് സൂര്യനിൽ കണ്ടതുപോലെയുള്ള 2 രൂപങ്ങൾ ഇറങ്ങുന്നത് കണ്ടു. അവർ ആകാശത്തേക്ക് പൊങ്ങി. അവർ 4 പേരും ഭൂമിയെ ദർശിച്ചു കറങ്ങിക്കൊണ്ടിരുന്നു. ഭൂമിയുടെ ജനങ്ങളെല്ലാം സ്നേഹമില്ലാത്തവരായി അധർമ്മം പ്രവർത്തിച്ച് പ്രകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്നു, ഭൂമിയെ നശിപ്പിച്ച് പുതിയൊരു ഗൃഹത്തിൽ പുതിയതായി എല്ലാം സൃഷ്ടിക്കണം. ചെറുപ്പത്തിൽ മരിച്ചുപോയ എൻ്റെ കുഞ്ഞു പെങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ ഒരു മാലാഖയെ പോലെ മുകളിലേക്ക് പറന്നുപോയി. അന്നേ ദിവസമുള്ള മൂൺ മെഡിറ്റേഷനിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശത്തിൽ ഇല്ല. വെള്ളിമേഘങ്ങളും കാർമേഘങ്ങളും മാത്രം. ഒരു പ്രത്യേക ബിന്ദുവിൽ കണ്ണുകൾ നട്ടിരുന്നു. ഒന്നും കാണാനില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം മിന്നുന്ന ലൈറ്റ് കണ്ടു. അത് ആകാശത്തിൽ കൂടി എന്റെ മുകളിൽ കൂടി മിന്നി പറന്നുപോയി. ശബ്ദമൊന്നുമില്ല. 16-ാം ദിവസം സൂര്യൻ 10 മടങ്ങ് തിളങ്ങുന്നു. സൂര്യനിൽ അതിശോഭയുള്ള ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ അന്തരീക്ഷം അത്യധികം ശോഭയുള്ളതായി. ദേവതയുടെ ഇടത്തും വലത്തുമെല്ലാം ദൈവഗണങ്ങൾ ഉണ്ട്. യേശുക്രിസ്തു ദേവതയുടെ അടുത്ത് പ്രകാശിച്ചു നിൽക്കുന്നു. പിന്നെ ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണൻ, പരമശിവൻ, പറന്നുകറങ്ങുന്ന ഹനുമാൻ എന്നിവരെല്ലാം കണ്ടു. ഭൂമി മുഴുവൻ ഗർത്തമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പിന്നെ കടലിലേക്ക് പോകാം, രക്ഷയില്ല, അവിടെയും മലിനമായിരിക്കുന്നു. ഗുരുജിയുടെ സാന്നിധ്യത്തിൽ പുതിയ ഒരു ഗ്രാമം കണ്ടു. ഏകദേശം 30ഓളം ആൾക്കാർ ഉണ്ട്. 20 ഏക്കറെങ്കിലും സ്ഥലമെങ്കിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അനേകർ ഈ ഗ്രാമം കണ്ട് അതിശയിക്കുന്നു, അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ മൂൺ മെഡിറ്റേഷൻ ആകാശത്ത് താഴെ മിന്നാമിനുങ്ങളുടെ പോലെ അതിലും വലിയ പ്രകാശം ഇടത്തോട്ടും വലത്തോട്ടും 2-3 പ്രാവശ്യം ചലിക്കുന്നത് കണ്ടു. ನೋಡಿ, ಅಂದ್ರೆ ಅವ್ರಿಗೆ ಏನು ಮೂನ್ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ದೇಹ ಫುಲ್ ಏನು ಕಂಪ್ಲೀಟ್ ಆಗಿ ನೋವಾಗುತ್ತಾ ಇರುತ್ತೆ. ಸೊ ಆದ್ರೂ ಕೂಡ ಅವರು ಧ್ಯಾನದಲ್ಲಿ ಕೂತಿರ್ತಾರೆ. ನಂತರ ಸ್ವಲ್ಪ ಹೊತ್ತು ಕಳೆಯೊತ್ತಿಗೆ ಸೊ ಅವ್ರಿಗೆ ಏನು ಆ ನೋವೆಲ್ಲ ಕಡಿಮೆ ಆಗಿ ಅಂದ್ರೆ ಬಾಡಿ ಒಂದು ಆಸ್ವಾದ ಪೂರ್ವಕವಾಗಿ ಅಂದ್ರೆ ಸಮಾಧಾನವಾಗಿ ಕ್ಲಿಯರ್ ಆಗುತ್ತೆ, ಆ ನೋವುಗಳೆಲ್ಲ ಹೋಗುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಂತರ 15th ಡೇ ಅವ್ರಿಗೆ ಒಂದು ಆ ಬೆಕ್ಕು ಇಲಿಯನ್ನ ಓಡಿಸ್ಕೊಂಡು ಹೋಗುವಂಥದ್ದು ಕಾಣಿಸುತ್ತೆ. ಆ ಇಲಿ ಓಡಿ ಹೋಗಿ ಒಂದು ತೆಂಗಿನ ಮರ ಹತ್ತುತ್ತೆ. ನಂತರ ಆ ಬೆಕ್ಕು ಅಲ್ಲಿಂದ ಹೋಗಿ ಏನು ರಿಟರ್ನ್ ಬರುತ್ತೆ. ಸೊ ಅದು ಅವ್ರಿಗೆ ಒಂದು ಕಾಣಿಸುತ್ತೆ. ನಂತರ ಒಂದು ಶಿಪ್ ಕಾಣಿಸುತ್ತೆ. ಆ ಶಿಪ್ ಬಂದು ನಿಲ್ಲುತ್ತೆ. ಸೊ ಅದರಿಂದ ಯಾರು ಇಳಿಯಲ್ಲ. ಸೊ ಅದು ಹಂಗೆ ನಿಂತಿರುತ್ತೆ. ನಂತರ ಅವರು ಏನು ಸೂರ್ಯನ ಕಾಣಿಸುತ್ತೆ. ಆ ಸೂರ್ಯನ ಎಡಭಾಗದಲ್ಲಿ ಬಲಭಾಗದಲ್ಲಿ ಒಂದು 2 ರೂಪಗಳು ಬಂದು ನಿಲ್ಲುತ್ತೆ. ನಂತರ ಅದು ಹಾಗೆ ಏನು ಅಲ್ಲಿ ಗೋಚರಿಸುತ್ತೆ ಪ್ರಕಾಶಮಯವಾಗಿ 2 ರೂಪಗಳು. ಅವಾಗ ಮತ್ತೆ ಆ ಶಿಪ್ ಕಾಣುತ್ತೆ. ಆ ಶಿಪ್ ಇಂದ ಇಬ್ರು ಇಳಿದು ಬರ್ತಾರೆ. ನಂತರ ಈ 4 ಜನ ಸೇರ್ಬಿಟ್ಟು ಸೊ ಆಕಾಶದ ಎತ್ತರಕ್ಕೆ ಹಾರ್ಕೊಂಡು ಹೋಗ್ತಾ ಇರುವಂತದ್ದು ಸೊ ಅವ್ರಿಗೆ ಏನು ಕಾಣಿಸುತ್ತೆ. ನಂತರ ಅಂದ್ರೆ ಭೂಮಿ ಅಂದ್ರೆ ಇದೆಲ್ಲ ಒಂಥರ ನಾಶವಾಗಿರೋಂಗೆ ಕಾಣಿಸುತ್ತೆ. ನಂತರ ಅಲ್ಲಿ ಹೊಸ ಒಂದು ಲೋಕದ ಸೃಷ್ಟಿ ಏನು ನಡೆಯುವಂಥದ್ದು ಕಾಣಿಸುತ್ತೆ. ನಂತರ ಇವರ ಏನು ಕಳ್ಕೊಂಡಿರುವಂತಹ ಒಬ್ರು ಸಹೋದರಿ ಅಥವಾ ಸಹೋದರ ಯಾರೋ ಒಬ್ರು ತೀರೋಗಿರ್ತಾರೆ. ಸೊ ಅವರು ಮತ್ತೆ ಕಾಣಿಸ್ಕೊಳ್ತಾರೆ ಇವ್ರಿಗೆ. ನಂತರ ನೆಕ್ಸ್ಟ್ ಡೇ ಮೂನ್ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಚಂದ್ರ ನಕ್ಷತ್ರ ಯಾವುದು ಇರಲ್ಲ. ಸೊ ಒಂದು ನಿಗದಿತವಾದಂತಹ ಒಂದು ಪಾಯಿಂಟ್ ಅನ್ನ ನೋಡ್ಕೊಂಡು ಅವ್ರ ಹಂಗೆ ಕೂತಿರ್ತಾರೆ. ಸೊ ಅಲ್ಲಿಂದ ಏನು ತುಂಬಾ ಪ್ರಕಾಶಮಯವಾದಂತಹ ಒಂದು ಬೆಳಕು ಅವರಿಗೆ ಗೋಚರಿಸುತ್ತೆ. ನಂತರ 16 ಡೇಸ್ ನಲ್ಲಿ ಸೂರ್ಯ ಕಾಣಿಸ್ತಾರೆ. ಪಕ್ಕದಲ್ಲಿ ದೇವತೆ ಕಾಣಿಸ್ತಾರೆ. ಸೊ ಆ ದೇವತೆ ಪಕ್ಕದಲ್ಲಿ ಅನೇಕ ಏನು ದೇವಾನುದೇವತೆಗಳು ಎಲ್ಲರೂ ಕೂಡ ಏನು ಒಟ್ಟಿಗೆ ಇರ್ತಾರೆ. ಸೊ ಅಲ್ಲೇ ಅವರು ಶ್ರೀಕೃಷ್ಣರನ್ನ ಏನು ಜೀಸಸ್ ಅನ್ನ ಶಿವರನ್ನ ಸೊ ಎಲ್ಲರನ್ನು ಕೂಡ ಅವರು ಕಾಣ್ಕೊಳ್ತಾರೆ. ನಂತರ ಭೂಮಿ ಕಂಪ್ಲೀಟ್ ಆಗಿ ಮಲಿನವಾಗಿರುವಂತದ್ದು ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ. ಸಮುದ್ರ ನೋಡಿದ್ರೆ ಸಮುದ್ರ ಅಂದ್ರೆ ಕಡಲು ಸೊ ಅದು ಕೂಡ ಏನು ಮಲಿನವಾಗಿರುವಂತೆ ಕಾಣಿಸುತ್ತೆ. ಅವಾಗ ಆ ಟೈಮಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಗ್ರಾಮ ಕಾಣಿಸುತ್ತೆ. ಆ ಗ್ರಾಮ ಬಂದ್ಬಿಟ್ಟು ಅದು ತಸ್ಮೈ ಗುರು ಅವರು ಮಾಡಿರುವಂತಹ ಗ್ರಾಮ ಅಂತ ಅವ್ರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಸುಮಾರು ಒಂದು ಅರೌಂಡ್ ಒಂದು 30 ಮೆಂಬರ್ಸ್ ಅಲ್ಲಿ ಇರ್ತಾರೆ. ಸೊ ಅಲ್ಲಿ ಎಲ್ಲರೂ ಬದುಕ್ತಾ ಇರುವಂತದ್ದು ಅವರ ಸಂತೋಷನ ನೋಡೋ ಹೊತ್ತಿಗೆ ಏನು ಸೊ ಎಲ್ರೂ ಕೂಡ ಅಷ್ಟೊಂದು ಖುಷಿಯಿಂದ ಓಡಾಡ್ತಾ ಇರುವಂತದ್ದು ಕಾಣಿಸುತ್ತೆ. ತುಂಬಾ ಅದ್ಭುತ ಅನ್ಸುತ್ತೆ. ಆ ಗ್ರಾಮನೇ ಒಂದು ಡಿಫ್ರೆಂಟ್ ಆಗಿ ತುಂಬಾ ಅದ್ಭುತವಾಗಿ ಅವ್ರಿಗೆ ಕಾಣಿಸುತ್ತೆ.